അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. له ما في السماوات وما في الأرض وإن الله لهو الغني الحميد. ألم تر أن الله سخر لكم ما في الأرض والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. صدق الله العلي العظيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഓരോരുത്തരെയും പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സൂറത്ത് അൽ ഹജ്ജ് അതിലെ 59 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിലേറ്റവും അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് നിരന്തരമായ മർദ്ദന പീഡനങ്ങൾക്ക് ഇരയായ സത്യവിശ്വാസികൾക്ക് തിരിച്ചടിക്കുവാനുള്ള അനുവാദം നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. ഹിജ്റയ്ക്ക് ശേഷം മദീനയിലെത്തിയതിന് ശേഷവും നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവർക്ക് പ്രതികരിക്കുവാനും ഈ അക്രമത്തെ പ്രതിരോധിക്കുവാനുമുള്ള ഒരു അനുവാദം നൽകുകയുണ്ടായി. എന്നുമാത്രമല്ല, ഹിജ്റയുടെ സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ
കൊല്ലപ്പെട്ട ആളുകൾ, അവർക്ക് ഷഹാദത്ത് സത്യസാക്ഷ്യം നിർവഹിച്ച രക്തസാക്ഷികളുടെ പദവിയാണ് ഉണ്ടാവുക. പ്രത്യേകമായ പദവിയിൽ അള്ളാഹു സ്വർഗത്തിൽ അവർക്ക് ഇടം നൽകും എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് 60 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن عاقب بمثل ما عوقب به ثم بغي عليه لينصرنه الله إن الله لعفو غفور. 60-ാമത്തെ ആയത്തിൽ പടച്ചറബ് പറയുകയാണ്, ലാലിക്ക എന്ന് പറഞ്ഞാൽ അത്, അങ്ങനെ, അപ്രകാരം എന്നൊക്കെ അർത്ഥമുണ്ട്. വേറെ ഇതുവരെ പറഞ്ഞ ഒരു കാര്യത്തെ ഇനി പറയാനുള്ളൊരു കാര്യവുമായി കണക്ട് ചെയ്തുകൊണ്ട്, ബന്ധിപ്പിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് ഹിജ്റയുടെ വഴിയിൽ വധിക്കപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു പ്രത്യേകമായി അവൻ അനുഗ്രഹിച്ച, അവൻ തൃപ്തിപ്പെട്ട ഒരു ഇടത്തിൽ പ്രവേശനം നൽകും, അഥവാ സ്വർഗത്തിൽ പ്രവേശനം നൽകും. ഇന്നല്ലാഹ അലീമുൻ ഹലീം എന്ന് പറഞ്ഞ് നിർത്തിയത്. എന്നിട്ട് തിരിച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ വരികയാണ്. ദാലിക വമൻ ആഖബ ബിമിസ്ലി മാ ഉഖിബ ബിഹി. വമൻ ആഖബ എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യുക. വമൻ ആഖബ പ്രതികാരം ചെയ്തവനാണ്. ബിമിസ്ലി മാ ഉഖിബ ബിഹി, തന്നോട് ഏതളവിലാണോ കുറ്റകൃത്യം ചെയ്യപ്പെട്ടത്, അതിക്രമം ചെയ്യപ്പെട്ടത്, തത്തുല്യമായ രൂപത്തിൽ പ്രതിക്രിയ ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രതികാര നടപടി സ്വീകരിക്കുകയും എന്നിട്ടോ സുമ്മ ബുഗിയ അലൈഹി, എന്നിട്ട് വീണ്ടും അതിക്രമങ്ങൾക്ക് ഇരയാവുകയും ചെയ്താൽ, പ്രതികരിക്കാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ ഇങ്ങോട്ട് ആക്രമിച്ചവനെ പ്രതിരോധിച്ചു, തത്തുല്യമായ രൂപത്തിൽ പ്രതിരോധിച്ചു. പക്ഷെ വീണ്ടും അയാൾ അനീതിക്ക് ഇരയാവുകയാണ്. ശത്രു വീണ്ടും ഇയാൾക്ക് നേരെ അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ ലയൻസുറന്നഹുല്ലാഹ്, പിന്നെ ലയൻസുറന്ന, നസ്വറ യൻസുറു എന്ന് പറഞ്ഞാൽ സഹായിക്കുക, നേരത്തെ വന്ന പദമാണ്. ലയൻസുറന്നഹുല്ലാഹ്, അള്ളാഹു അയാളെ സഹായിക്കുക തന്നെ ചെയ്യും. മർദ്ദനങ്ങൾക്ക് ഇരയായ, വീണ്ടും അനീതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്, ഈ വിഭാഗത്തിന് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവും. ഇന്നല്ലാഹ ലഅഫൂൻ ഗഫൂർ, നിശ്ചയമായും അള്ളാഹു അഫൂവാണ്, ഏറെ മാപ്പ് നൽകുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഗഫൂർ, വളരെയേറെ പുറത്തു കൊടുക്കുന്നവനാണ്. എന്താ പറഞ്ഞു നോക്ക്, ഒരു സത്യവിശ്വാസി അതിക്രമത്തിന് വിധേയനായി, അപ്പോൾ അയാൾക്ക് അള്ളാഹു തിരിച്ചടിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തനിക്ക് എങ്ങനെയാണോ അതിക്രമം നേരിട്ടത് തത്തുല്യമായ രൂപത്തിൽ ഇയാൾ തിരിച്ചടിച്ചു. നമ്മുടെ മുമ്പിലൊക്കെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒരക്രമം നേരിട്ടു, തത്തുല്യമായ രൂപത്തിൽ തിരിച്ചടിച്ചു സത്യവിശ്വാസി. പക്ഷേ ഇനിയൊരിക്കലും ഈ സത്യവിശ്വാസി അയാളുടെ അന്തസ്സ് കാക്കാൻ വേണ്ടി തിരിച്ചടിക്കാൻ മുതിരരുത് എന്ന് വിചാരിച്ച് ഈ ശത്രു അതിശക്തമായ രൂപത്തിൽ പോരാട്ടം തുടരുക. നോക്കണം, ശത്രുവിൻ്റെ അതിക്രമത്തിന് വിധേയനായ വിശ്വാസി, ഒരു മനുഷ്യൻ, അയാൾ തിരിച്ചടിക്കുന്നു തത്തുല്യമായ രൂപത്തിൽ. അപ്പോൾ അതോടുകൂടി അവസാനിക്കണം. പക്ഷേ അവസാനിക്കുന്നില്ല. ആ ശത്രു വീണ്ടും അതിക്രമം ചെയ്യുകയാണ് ഇയാളോട്. അതെന്തിനാ? ഇനി മേലാൽ ഇയാൾ തൻ്റെ അന്തസ്സ് കാക്കാൻ വേണ്ടിയിട്ട്, അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇനിയും മുതിരാൻ പാടില്ല. അയാൾ തങ്ങൾക്ക് ചൊൽപ്പടിക്ക് കീഴിൽ നിൽക്കണം എന്ന ശത്രു വിചാരിക്കുമ്പോൾ ലയൻസുറന്നഹുല്ലാ, അള്ളാഹു പറയാണ്, അപ്പോൾ അള്ളാഹു അയാളെ സഹായിക്കുക തന്നെ ചെയ്യും. നേരത്തെ വന്നിട്ടുണ്ട്, വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, അള്ളാഹുവിനെ സഹായിക്കുന്നവനെ അവൻ സഹായിക്കുന്ന എന്ന് പറഞ്ഞാൽ സത്യദീനിൻ്റെ നന്മയുടെ വ്യാപനത്തിന് വേണ്ടിയിട്ട് ഈ മാർഗത്തിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പടച്ചറബിൻ്റെ സഹായം ഉണ്ടാവും. ഇവിടെ അതിക്രമത്തിന് വിധേയനായി അതേപോലെ തിരിച്ചടിച്ചിട്ട് വീണ്ടും അതിക്രമങ്ങൾക്ക്, അനീതിക്ക് ഇരയാക്കപ്പെടുന്ന മനുഷ്യന് പടച്ചറബിൻ്റെ സഹായമുണ്ടാവും എന്ന് പറയുകയാണ്.
ഇന്നല്ലാഹ ലഅഫൂൻ ഗഫൂർ. അള്ളാഹു ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പൊറുക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാൻ അനുവാദം, രണ്ട് രൂപത്തിൽ അതിന് വ്യാഖ്യാനിക്കാം. തിരിച്ചടിക്കുവാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ചയാണ് ഉത്തമം എന്ന രൂപത്തിൽ പറയാം. അതല്ല, അള്ളാഹു ഇങ്ങനെ ഇവരുടെ അടുത്തുനിന്ന് വരുന്ന തകരാറുകൾ അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നും അതിന് അർത്ഥം പറയാവുന്നതാണ്. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ. വീണ്ടും ജാലിക എന്ന് പറയാണ്. അതെന്തുകൊണ്ടാണ്? ബി അന്നല്ലാഹ്, അള്ളാഹു ആയതുകൊണ്ടാണ്. എന്ത്? അവൻ യൂലിജുൽ ലൈല, ഔലജ യൂലിജു പ്രവേശിപ്പിക്കുക എന്നർത്ഥം. യൂലിജുൽ ലൈല രാവിനെ അവൻ പ്രവേശിപ്പിക്കുന്നു, ഫിന്നഹാർ പകലിൽ, രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നവനായതുകൊണ്ട്. വയൂലിജുൻ നഹാറ ഫില്ലൈൽ, ആദ്യം പറഞ്ഞത് യൂലിജുൽ ലൈല ഫിന്നഹാർ, രണ്ടാമത് പറയുന്നത് യൂലിജുൻ നഹാറ ഫില്ലൈൽ, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നവനും ആയതുകൊണ്ട്. വ അന്നല്ലാഹ സമീഉൻ ബസീർ, മാത്രമല്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ആയതുകൊണ്ടും ആണ് ഇങ്ങനെ എന്ന്. തൊട്ട് മുന്നേ പറഞ്ഞത് അള്ളാഹു ഈ അതിക്രമത്തിന് വിധേയരായ വിഭാഗത്തെ, മനുഷ്യനെ, വ്യക്തിയെ, സംഘത്തെ സഹായിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ചില നടപടിക്രമങ്ങളുണ്ട് ഈ പ്രകൃതിയിൽ. അതിലൊന്ന് ഇങ്ങനെയാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? യൂലിജുൽ ലൈല ഫിന്നഹാരി വ യൂലിജുൻ നഹാറ ഫില്ലൈൽ. നമുക്ക് നിരന്തരം കാണുന്നൊരു കാഴ്ചയാണ് അത്, രാപ്പകലുകൾ മാറി വരുന്നത്. നമ്മളിപ്പോൾ ഇതാ രാത്രിയായി അല്ലേ, രാത്രി ഇങ്ങനെ ഏകദേശം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നാളെ പുലരും. ഈ രാത്രിയിൽ പകലിനെ അവൻ പ്രവേശിപ്പിക്കും, അതുപോലെ തന്നെ പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കും. അങ്ങനെ രാവും പകലും മാറി വരുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ക്രമമാണ്. അള്ളാഹു അത് ചെയ്യുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ് അത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ സംഭവിപ്പിക്കുവാൻ, സൂര്യൻ അഭിമുഖമായി വരുത്താൻ ഒരു നിശ്ചിത സമയം വരെ, വീണ്ടും സൂര്യൻ്റെ പ്രതിമുഖമായിട്ട് അതിനെ മാറ്റി നിർത്തുവാനുമൊക്കെ പടച്ചറബ് തീരുമാനിച്ചതാ. അത് അള്ളാഹു അങ്ങനെ തന്നെ ചെയ്യും. അത് അള്ളാഹു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രാവും പകലും മാറി വരുന്നത് പോലെ എന്നും അനീതി ഇവിടെ വാഴുകയില്ല. സത്യം പുലരുന്ന ഒരു പ്രഭാതം ആഗതമാവും എന്നുള്ളൊരു സൂചന നമുക്കിതിൽ വായിക്കാവുന്നതാണ്. അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ വ യൂലിജുൻ നഹാറ ഫില്ലൈൽ. ഈ ആയത്ത് അവസാനിപ്പിച്ചത് വ അന്നല്ലാഹ സമീഉൻ ബസീർ എന്ന് പറഞ്ഞിട്ടാണ്. അള്ളാഹു സമീ ആണ് എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നുണ്ട്. ഈ ദുനിയാവിൽ ശത്രുവിൻ്റെ അതുപോലെ തന്നെ വിശ്വാസികളുടെ ഒക്കെ തന്നെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവനാണ്. അവരുടെ എല്ലാ വാക്കുകളും സശ്രദ്ധം വീക്ഷിക്കുന്നവനാണ്. ബസീർ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഒന്നും കാണാത്തവനല്ല. നമുക്കങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ ധരിക്കാറുണ്ട്. സത്യവിശ്വാസികൾ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇതെന്താ ഇത് റബ്ബ് കാണുന്നില്ല. നമുക്ക് കുറച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ആളുകൾ ധൃതി കാണിക്കുന്നു, എന്താണ് ഈ ശിക്ഷ വരാത്തത്? അപ്പോൾ ഇതിന് മറുപടി കൊടുത്ത് ഇങ്ങനെയാണ്, നമ്മൾക്ക് ധൃതിയുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലാവധി. നമ്മുടെ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. പക്ഷേ അള്ളാഹുവിൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ കലണ്ടറിലുള്ള 1000 വർഷത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞു. അവിടെ കാലഗണന വേറെയാണ്. പക്ഷേ അള്ളാഹു കാണാതിരിക്കുകയല്ലത്, കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സമീഉൻ ബസീർ, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കാണാതിരിക്കുകയാണ്, അവൻ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കരുത് എന്ന് പറയുക. കാരണം ഈ അതിക്രമങ്ങളും അനീതിയും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അപ്പോൾ തൊട്ട് മുന്നേയുള്ള ആയത്തിൽ അവസാനിപ്പിച്ച് ല അഫുവുൻ ഗഫൂർ. ഇവിടെ ല സമി ഇന്നല്ലാഹ അന്നല്ലാഹ സമീഉൻ ബസീർ. അള്ളാഹുവിൻ്റെ ഓരോ സിഫത്തുകൾ പറയുകയാണ്. ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ
وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. വീണ്ടും പറയുന്നു, ഇത് ദാലിക്ക, കണ്ടോ മൂന്നാമത്തെ പ്രാവശ്യം ദാലിക്ക എന്നുള്ളത്. അത് അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ്, ബി അന്നല്ലാഹ്, അള്ളാഹു ആയതിനാലാണ്, ഹുവൽ ഹഖ്, അവൻ യാഥാർത്ഥ്യമാണ്, അവനാണ് യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ്. മാത്രമല്ല വ അന്നമാ യദ്ഉന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ, വ അന്നമാ യദ്ഉൻ, അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവയുണ്ടല്ലോ, മിൻ ദൂനിഹി, അവനെ കൂടാതെ, അള്ളാഹുവിനെ കൂടാതെ ഇവർ വിളിച്ചു കൊണ്ടിരിക്കുന്ന വേറെ പലതുമുണ്ട്. പലതരത്തിൽപ്പെട്ട ദൈവങ്ങൾ, പ്രതിഷ്ഠകളാവാം, ജീവനുള്ളതോ ഇല്ലാത്തതോ ആവാം, മരണപ്പെട്ടു പോയ മഹാന്മാരാവാം, ദേവതകളാവാം, മലക്കുകളാവാം, എന്തോ ആവട്ടെ, അവർ അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയുണ്ടല്ലോ, ഹുവ അൽ ബാത്തിൽ, അത് ബാത്തിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്, ഹുവൽ ഹഖ്, പടച്ച റബ്ബ് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അല്ലാത്തതെല്ലാം, ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവയെല്ലാം ബാത്തിലാണ്, മിഥ്യയാണ്. വ അന്നല്ലാഹ് ഹുവൽ അലിയുൽ കബീർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്? അന്നല്ലാഹ്, അള്ളാഹു ആയതിനാലാണ്. ഹുവൽ അലിയുൽ കബീർ. അടുത്ത സിഫത്ത് പറഞ്ഞു, അവൻ അൽ അലി, അത്യുന്നതനാണ്. അൽ കബീർ, ഏറ്റവും മഹാനാണ്, വലിയവനാണ്. അൽ കബീർ, അൽ അലി അൽ കബീർ, എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്നവനാണ്. ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കഴിവുമില്ല, ഒന്നുമില്ല. സാധാരണ മനുഷ്യർ അവരവരുടെ എന്തെങ്കിലും ഒരു സ്വന്തം കാര്യം പോലും വേണ്ടത്ര നിർവഹിക്കുവാൻ അവർക്ക് സ്വയം ശേഷിയില്ലാത്തവരാണ്. അള്ളാഹു ആവട്ടെ അൽ അലി അൽ കബീർ എന്നാണ്. എന്താണ് ഇങ്ങനെ അള്ളാഹു നടത്താനുള്ള കാരണം? പടച്ച റബ്ബിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്, ഈ ഭൂമിയിൽ സത്യവിശ്വാസം, പടച്ച റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിനെ പൂർണ്ണമായിട്ടും നിരാകരിച്ച് തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഈ തള്ളിപ്പറഞ്ഞ ആൾക്കാരൊക്കെ ഭയങ്കര ഉഷാറിൽ ജീവിക്കുന്നു. പടച്ച റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടെ തഖ്വയോടുകൂടെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, അവർ പീഡനങ്ങൾക്കിരയാവുന്നു. ഇത് ഭയങ്കര അനീതിയല്ലെന്ന് വെച്ചാൽ ഒക്കെ അള്ളാഹു കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട് അള്ളാഹു. എന്നിട്ട് സത്യം പുലരുന്ന ഒരു നാൾ വരും എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയുടെ അള്ളാഹു നിശ്ചയിച്ച ചില നിയമങ്ങളോട് ഘടിപ്പിച്ചുകൊണ്ട് ആണ് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫതുസ്ബിഹുൽ അർദു മുഖ്ളറ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അലം തറ, നേരത്തെ മൂന്നെണ്ണം ദാലിക എന്ന് പറഞ്ഞാൽ അത് ഇന്നതുകൊണ്ടാണ്. ഇവിടെ ചോദ്യമാണ് അലം തറ, അല്ലേ? നമ്മൾ പലപ്പോഴും വിശുദ്ധ ആ ശൈലി സ്വീകരിക്കാറുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അവിടെ അങ്ങനെ ചോദിച്ചത്. അതുപോലെ ഇവിടെ ചോദിക്കുന്നു വീണ്ടും, അലം തറ, നീ കണ്ടില്ലേ? എന്ത്? അന്നല്ലാഹ്, അള്ളാഹു ആണെന്ന്. അൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അവൻ ജലം വർഷിപ്പിച്ചു, മഴ വർഷിപ്പിച്ചു എന്നത് നീ കാണുന്നില്ലേ? എന്നിട്ടോ ഫതുസ്ബിഹു അൽ അർള്, അപ്പോഴതാ മഴ വർഷിച്ചപ്പോഴേക്കും ഭൂമി ആയിത്തീരുന്നു. എന്ത്? മുഖ്ളറ, അഹ്ലർ പച്ചപ്പാണ്, ഗ്രീൻ. മുഖ്ളറ, ഭൂമിയാകെ പച്ചപ്പ് അണിയുന്നു, പച്ചപ്പട്ടൊടുത്ത ഭൂമിയായിട്ട് അത് മാറുന്നു. ഒരു മഴ പെയ്തപ്പോഴേക്ക് വരണ്ട് കിടക്കുന്ന ആ ഭൂമിയിൽ മഴ പെയ്തപ്പോഴേക്ക് അതാ പച്ച പിടിച്ച് ആകെ എല്ലാം അങ്ങനെ പച്ചപ്പ്, പച്ച നാമ്പുകൾ. അത് നീ കാണുന്നില്ലെന്നാ ചോദിക്കുക. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫതുസ്ബിഹുൽ അർളു മുഖ്ളറ. ഇത്ര പണിയല്ലോ അള്ളാഹുവിന്. ആകെ വരണ്ടുണങ്ങി ഈ ശത്രുക്കളുടെ അനീതി ഇങ്ങനെ ആകെ പ്രയാസപ്പെടുത്തി ലോകത്തെ എന്നും ഭരിച്ചുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കേണ്ട. പടച്ചറബുദ ഒരു മഴ വർഷിപ്പിച്ചാൽ മതി, ആകെ മാറും. ആ വരണ്ടുണങ്ങിയ ഇനി ഒന്നും ഇവിടെ വളരില്ല, ഒക്കെ കരിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു മഴ ലഭിക്കുന്നത്. എന്തോ ഒരു സസ്യങ്ങളാണ് മുളച്ചു വരുന്നത്, അതുപോലെ മാറും പടച്ചറബ് ഈ ലോകത്തിൻ്റെ ഗതി മാറ്റും.
എന്താ കാരണം എന്ന് പറയുന്നു? ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു നോക്ക്. നേരത്തെ സമീഉൻ ബസീർ പറഞ്ഞിട്ടുണ്ട്, അൽ അലിയുൽ കബീർ പറഞ്ഞു, ഇവിടെ ലത്തീഫുൻ ഖബീർ. അള്ളാഹു ലത്തീഫാണ്. ലത്തീഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾ അതിന് വരുന്നുണ്ട്. ഒന്ന്, വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്, വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവൻ. മറ്റൊന്ന് സൗമ്യൻ, വളരെ ലുത്തുഫോടുകൂടെ, സൗമ്യതയോടുകൂടെ, ലോലതയോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുന്നവൻ ലത്തീഫ്, അല്ലെങ്കിൽ സാവകാശം കാര്യങ്ങളെ കാണുന്നവൻ. രണ്ട്, ഖബീർ എന്നാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് അറിയുന്നവൻ, ആഴത്തിൽ അറിയുന്നവൻ എന്നാണ്. ലത്തീഫുൻ ഖബീർ പല സ്ഥലങ്ങളിൽ ഖുർആൻ ഇത് പ്രയോഗിക്കുന്നുണ്ട്. അത് ഒന്ന് ലത്തീഫ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളോട് അള്ളാഹു നമ്മോട് ലത്തീഫാണ്, അള്ളാഹു ലത്തീഫാണ് തൻ്റെ സൃഷ്ടികളോട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കല്ല കൂടുതൽ അറിയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്, അതങ്ങ് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കും, പണവുമായി ബന്ധപ്പെട്ടായിരിക്കും, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടായിരിക്കും. പലർക്കും പല ആഗ്രഹങ്ങളുണ്ട്, അതൊന്ന് ആയിക്കിട്ടേണ്ടിയിരുന്നു, ഇങ്ങനെ ആയിക്കിട്ടേ. നമ്മളെ വിചാരം എന്താ? അതായി കിട്ടിയാൽ ഒക്കെ റെഡിയായി എന്നാ, ആ ജോലി കിട്ടിയാൽ ഒക്കെ ശരിയായി എന്നാ, ഈ കല്യാണം നടന്നു കിട്ടിയാൽ ഒക്കെ റെഡിയായി എന്നാ, ഈ കച്ചവടം നടന്നു കിട്ടിയാൽ ഒക്കെ ശരിയായി എന്നാ, ഇങ്ങനെ നമ്മൾ വിചാരിക്കുക. പക്ഷെ നമുക്കറിയില്ല, നമുക്ക് ആ ജോലി കിട്ടിയാൽ അത് ഗുണകരമാവുമോ അല്ല അതിന് ദോഷമായി മാറുമോ, ഈ ബന്ധം എനിക്ക് ഗുണത്തേക്കാളേറെ ദോഷം, ഇതൊന്നും അറിയില്ല. നമുക്ക് അറിയാതെ ആഗ്രഹിക്കുകയാണ്. പക്ഷേ പടച്ചറപ്പ് അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് എനിക്കേതാണ് ഏറ്റവും ഗുണകരമെന്ന് ഏറ്റവും നന്നായിട്ട് അടുത്തറിയുന്ന, അതുകൊണ്ട് തന്നെ എന്നോട് സൗമ്യതയോടുകൂടെ പെരുമാറുന്നവനാണ് അള്ളാഹു ലത്തീഫ്. നോക്കുകൾ, ഇന്നല്ലാഹ ലത്തീഫുൻ. അള്ളാഹു എനിക്ക് ഏറ്റവും വേണ്ടത് എന്താണോ ഇത് കൃത്യമായിട്ട് അറിഞ്ഞ്, അതാണ് സൂക്ഷ്മമായിട്ട് അറിയുന്നവനും സൗമ്യതയോടുകൂടെ, ലുത്തുഫ് എന്നുള്ള വാക്കുണ്ട്. രണ്ടും അതാണ്. എനിക്ക് ഏറ്റവും പറ്റുന്നത് ഏതാണ് അത് എനിക്കെല്ലാം അറിയാം, അള്ളാഹുവിനാണ്. ഖബീർ, വളരെ സൂക്ഷ്മമായിട്ട് ആഴത്തിൽ അറിയുന്നവനാണ്. ഇപ്പോൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പോൾ ഒരു മരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മരം ഇത് ഇന്ന മരമാണ്, ഇതൊരു പ്ലാവാണ്, അതല്ലെങ്കിൽ ഒരു മാവാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ പ്രത്യക്ഷത്തിലൊരു അറിവാണത്. പിന്നെ അതിനെ സംബന്ധിച്ച് വേറെ കുറേ ഡീറ്റെയിൽസ് നമുക്കറിയാം. ഈ മാവ് ഇന്ന വർഗത്തിൽപ്പെട്ട നമുക്ക് പറയാൻ പറ്റും. ഈ മാവിൽ ഇത്ര ഇലകളുണ്ട്, അത് കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു സംഗതിയാണ്, നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല, പറയാൻ കഴിയില്ല. നമ്മൾ എണ്ണിക്കണക്കാക്കിയിട്ടില്ല. ഓരോ ഇലയുടെയും ഘടനയെ സംബന്ധിച്ച് നമുക്കറിയില്ല. വളരെ ആഴത്തിൽ അതിലടങ്ങിയിരിക്കുന്ന കോശങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ആന്തരികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ അറിയുന്നവനാണ് ഖബീർ. വളരെ അഗാധമായിട്ട് രണ്ട് തരത്തിൽപ്പെട്ട അറിവുണ്ട്. ഈ ഭൂമിയുടെ മുകളിൽ നിന്ന്, കുറേ മുകളിൽ നിന്ന്, ശൂന്യാകാശത്തിൽ നിന്ന് ഭൂമിയെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു കാഴ്ച നമുക്ക് കിട്ടും, അല്ലേ? ഇപ്പോൾ നമ്മുടെ ബഹിരാകാശത്തുണ്ട് നമ്മുടെ ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല. അദ്ദേഹം ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും സംബന്ധിച്ച് കാഴ്ചകൾ കാണുമ്പോൾ അതിങ്ങനെ മനോഹരമായ കാഴ്ചകൾ അവിടുന്ന് വെളിപ്പെടുത്തും. അത് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അതിനേക്കാൾ മുകളിൽ പോയാൽ ഒരു പക്ഷേ ഭൂമി തന്നെ കാണണമെന്നില്ല. പക്ഷേ ഭൂമിയില്ലേ, ഉണ്ട്. കുറേ ദൂരെ നിന്ന് നോക്കുക, ഭൂമി തന്നെ നമുക്ക് കാണും. നമ്മൾ കാണാത്ത എത്ര ഗ്രഹങ്ങളുണ്ട്, നമ്മൾ ദൂരെയാണെന്നർത്ഥം. അതുണ്ടല്ലോ, അതില്ലാത്തതുകൊണ്ട് അതവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് അള്ളാഹു കാണാത്ത ഒന്നുമില്ല, ഒരു കാര്യവുമില്ല. ലത്തീഫുൻ ഖബീർ, മുഴുവൻ കാര്യങ്ങൾ സംബന്ധിച്ച് അകലത്തിൻ്റെ പ്രശ്നമില്ല അവന്, ഒരു തരത്തിൽപ്പെട്ട മറയുടെയും പ്രശ്നമില്ല. ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെയും കാര്യത്തിൽ, ഓരോ ജീവിയുടെയും കാര്യത്തിൽ അതിന് ഏറ്റവും ഗുണകരമായത് എന്ത് എന്ന് കൃത്യമായിട്ട് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതാണ് പറയുന്നത്, ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഇന്നല്ലാഹ ലഹുവൽ ഗനിയുൽ ഹമീദ്. വീണ്ടും പറയണം, എന്താ ഇപ്പോൾ ആളുകളുടെ വിചാരം? ശത്രുക്കൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ച് കയറുകയല്ലേ, ലോകം മുഴുവൻ അവരുടെ കയ്യിലല്ലേ, മീഡിയകളൊക്കെ അവരുടെ കയ്യിലല്ലേ, അവരല്ലേ ലോകത്തെ ഭരിക്കുന്നത്? അല്ല. നോക്ക് പറയുന്നത്, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ലഹു അവനാണ് ഉടമസ്ഥത. ആർക്ക്? അള്ളാഹുവിന്. എന്ത്? മാ ഫിസ് സമാവാത്
വമാ ഫിൽ അർള്, ഈ ആകാശങ്ങളിലുള്ളതെല്ലാം, വമാ ഫിൽ അർള് ഭൂമിയിലുള്ളതും ഒക്കെ അവൻ്റേതാണ്. ഇവിടെ നമ്മൾ വിചാരിക്കുക എൻ്റേതാണ്. ഇവിടുത്തെ മുഴുവൻ കേന്ദ്രങ്ങളും, സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങളുടേതാണ്. അത് ഏഷ്യയിൽ ഞങ്ങൾക്കുണ്ട് കേന്ദ്രങ്ങൾ, യൂറോപ്പിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിൽ, ഇതൊക്കെ ഞങ്ങളുടെ കേന്ദ്രങ്ങളാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. പടച്ചറബിൻ്റേതാണ് ആകാശഭൂമികളിലുള്ളത് എല്ലാ സംവിധാനങ്ങളും. ലഹു മാഫി സമാവാതി വമാഫിൽ അർള് വ ഇന്നല്ലാഹ്, തീർച്ചയായിട്ടും അല്ലാഹു ലഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹുവിൻ്റെ വേറെ സിഫത്ത് വരിക എന്താ? അൽ ഗനി. ഗനി നമ്മൾ സാധാരണ ധനികൻ, റിച്ച് എന്നുള്ള വാക്കിന് ഉപയോഗിക്കാറുണ്ട്. ഗനി എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ധന്യനാണ് അവൻ, ഗനിയാണ്. അൽ ഹമീദ് സ്തുത്യർഹനാണ്. സ്തുത്യർഹൻ എന്ന് പറഞ്ഞാൽ എന്നെ സ്തുതിക്കടേ എന്ന് ആളുകളോട് പറഞ്ഞ് സ്തുതിപ്പിക്കുകയല്ല. ആരും സ്തുതിക്കുന്നില്ലെങ്കിലും ഒരാളും പ്രശംസിക്കുന്നില്ലെങ്കിലും സകലമാന പ്രശംസയും അർഹിക്കുന്നവനാണ് പടച്ചറബ്. കാരണം അവനാണ് എല്ലാം ചെയ്തു തരുന്നത്. എന്താ പറഞ്ഞു നോക്ക്, ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതുമെല്ലാം അവൻ്റേതാണ്, അവനാണ് ഉടമസ്ഥത. വ ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു ലഹുവൽ ഗനി അൽ ഹമീദ്, അവൻ ഗനിയാണ്, ഹമീദാണ്. എന്താ ഗനി എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ധന്യനാണ് അള്ളാഹു. ഗനി, ഒരാളുടെയും ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല. മനുഷ്യൻ എത്ര ഗനിയാണെങ്കിലും വേറെ ആളെ ആശ്രയിക്കാതെ ഒരു മനുഷ്യൻ കഴിയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ദ റിച്ചസ്റ്റ് മാൻ എന്നുള്ള ഒരാളെടുത്തോ നിങ്ങൾ, ലോകത്തിലെ അതിസമ്പന്നനായ മനുഷ്യൻ, അയാളുടെ സമ്പത്ത് ചിലപ്പോൾ ഖാറൂനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ അതിനേക്കാൾ സമ്പത്തുള്ള ഒരു മനുഷ്യനെ സങ്കല്പിച്ച് ഈ ലോകത്തെ ഏറ്റവും റിച്ചസ്റ്റ് ബില്യണയർ, കോടീശ്വരൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേറൊരു ആശ്രയം, ഒന്നും ആശ്രയം വേണ്ടാത്തവനാണെന്ന് പറയാൻ കഴിയുമോ? നിരന്തരമായിട്ട് പല കാര്യങ്ങൾക്കും അയാൾ ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നവനാണ്. പടച്ചറബ് അങ്ങനെയല്ല. ഒരു ശക്തിയുടെയും ഒരു വസ്തുവിൻ്റെയും ഒന്നിൻ്റെയും തന്നെ ആശ്രയം ആവശ്യമില്ലാത്ത വിധം സ്വയം പര്യാപ്തനാണ് അല്ലാഹു, ഗനിയാണ്. മാത്രമല്ല അവൻ ഹമീദാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്നവനാണ്, സ്തുത്യർഹനാണ്. സ്തുതിക്കപ്പെടുന്നവനെന്ന് പറഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ടല്ലോ. ലോകത്തൊരു മനുഷ്യനും ഒരു ജീവിയും സ്തുതിക്കുന്നില്ല അള്ളാഹുവിനെന്ന് വിചാരിച്ചോ? എന്നാലും സ്തുതിക്കപ്പെടാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് അള്ളാഹുവാണ്. അതാണ് ഹമീദ് എന്ന് പറഞ്ഞാൽ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്തുതിക്കപ്പെടാൻ യോഗ്യത ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് ഏതൊരാളും അനുഭവിക്കുന്ന, ഏതൊരു ജീവിയും അനുഭവിക്കുന്ന എന്ത് കാര്യവും ചെയ്തു കൊടുക്കുന്നത് ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അൽ ഹമീദ് എന്ന് പറയുന്നത്. അവൻ ആരും സ്തുതിച്ചിട്ടില്ലെങ്കിലും എല്ലാ സ്തുതിക്കും യഥാർത്ഥത്തിൽ അർഹനായവൻ അവൻ മാത്രമാണ്. ഇന്നല്ലാഹ ലഹുവൽ ഗനിയുൽ ഹമീദ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്ത് ഇതൊക്കെ വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അൽ അലി സമീഉൻ ബസീർ പറഞ്ഞു, അഫൂൻ ഗഫൂർ പറഞ്ഞിട്ടുണ്ട്, അലിയുൽ കബീർ പറഞ്ഞിട്ടുണ്ട്, ലത്തീഫുൻ ഖബീർ പറഞ്ഞു, പിന്നെ അൽ ഗനി അൽ ഹമീദ്. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളാണ് പറയുന്നത്, സിഫത്തുകളാണ്. വീണ്ടും പറയുന്നു, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി ഫിൽ ബഹർ والفلك تجري في البحر بأمره ويمسك السماء أن تقع على الأرض إلا بإذنه إن الله بالناس لرؤوف رحيم. ഇത്ര മനോഹരമായ ആയത്തുകളാണെന്നറിയോ? നമ്മളോട് പറയാ എന്തെല്ലാം അനുഗ്രഹങ്ങളാ മനുഷ്യരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചോദിക്കുകയാണ്, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ്, അള്ളാഹു ആണെന്ന്. എന്ത്? സഖറ ലക്കും, നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നവൻ, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവൻ അവനാണെന്ന് കണ്ടില്ലേ. എന്ത്? മാഫിൽ അർള്. ചില സ്ഥലത്ത് മാഫിൽ അർളി ജമീഅ എന്ന് പറയുന്നുണ്ട്.
ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവാണ് ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്ന് നിങ്ങൾ കണ്ടില്ലേ? അതുമാത്രമല്ല, വൽ ഫുൽക തജ്രി ഫിൽ ബഹർ, കടലിലൂടെ ബി അംരിഹി, തൻ്റെ കൽപ്പനയനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിനെയും കീഴ്പ്പെടുത്തി തന്നത് അവനാണെന്ന് കണ്ടില്ലേ? ഭൂമിയിലുള്ളതെല്ലാം കീഴ്പ്പെടുത്തി തന്നില്ലേ എന്ന് പറഞ്ഞിട്ട് സമുദ്രത്തിലൂടെ, ആ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിനെ സംബന്ധിച്ച് പറഞ്ഞു. ആ കപ്പലിനെ പറ്റി പറഞ്ഞപ്പോൾ തജ്രി ഫിൽ ബഹരി ബി അംരിഹീന, തൻ്റെ കൽപ്പനയനുസരിച്ച്, തൻ്റെ കമാൻഡ് അനുസരിച്ചുകൊണ്ട് ഈ കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിന്. എന്നിട്ട് പറയുന്നു അടുത്തത്, വയുംസിക്കു സമാ, അവനാണ് പിടിച്ചു നിർത്തുന്നത്. അംസക യുംസിക്കു, പിടിച്ചു നിർത്തുക. എന്ത്? അസ്സമാ, ആകാശത്തെ. അൻ തഖഅ അലൽ അർള്, ഈ ഭൂമിയുടെ മുകളിൽ വീഴാതെ. അല്ലാ തഖഅ അലൽ അർള്, ആകാശം ഈ ഭൂമിയുടെ മുകളിൽ പതിക്കാതെ വീഴാതെ പിടിച്ചു നിർത്തുന്നതും അവനാണല്ലോ എന്നവൻ കണ്ടില്ലേ? അൻ തഖഅ അലൽ അർളി ഇല്ലാ ബി ഇദ്നിഹി, അത് വീഴും എപ്പോന്നറിയോ? ബി ഇദ്നി, അവൻ്റെ സമ്മതത്തോടുകൂടി, അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടിയല്ലാതെ ഇത് വീഴാതെ അതിനെ പിടിച്ചു നിർത്തുന്നവൻ അവനാണെന്നവൻ കണ്ടില്ലേ? ഇന്നല്ലാഹ്, നിശ്ചയമായും അള്ളാഹു, ബിന്നാസ്, മനുഷ്യരോട്, ജനങ്ങളോട്, ലറഊഫുർ റഹീം, ലറഊഫുൻ, ഏറെ ദയാലുവാണ്, റഹീം, കരുണാനിധിയാണ്. എന്താ പറഞ്ഞു നോക്ക്, എത്ര വാക്കുകളാണ് ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഏതാ? നിരന്തരമായി സത്യവിശ്വാസികളെ പടച്ചറബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം കടുത്ത ക്രൂരതകൾക്ക്, പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കളോടുള്ള താക്കീതാണ്. നിങ്ങളറിയണം ആരാണ് അള്ളാഹു എന്ന്. എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ആയത്തിൽ പറഞ്ഞത് സഖറ ലക്കും മാ ഫിൽ അർള് എന്നാണ് ഒന്ന് പറയുന്നത്. ഈ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്നാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും നമുക്ക് ഉപകരിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം, മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ പുരോഗമനം, വികസ്വരമാക്കി തീർക്കുവാൻ, പുരോഗതിയിൽ നിന്ന് വീണ്ടും പുരോഗതിയിലേക്ക്, വികസനങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുവാൻ പാകത്തിൽ ഒക്കെ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ആക്കി, നമ്മളാക്കിയതല്ല. ചിലപ്പോൾ നമുക്ക് അഹങ്കാരം വരും. മനുഷ്യനിലെ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്. ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട, ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പല വ്യാഖ്യാനങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ, ചില ആളുകൾ ആദ്യം ചെയ്യുക എന്താ അറിയോ? ദൈവത്തെ നിഷേധിക്കല. ശാസ്ത്രത്തിനൊക്കെ വലിയ ആൾക്കാരായിട്ട് അറിയപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അവരാദ്യം ചെയ്യുക, പ്രപഞ്ചത്തിൻ്റെ വ്യാഖ്യാനം കൊടുക്കുക. ആദ്യം ചെയ്യും, പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല, അതാദ്യം പറയാം. അത് പറയുക ചെയ്യുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രപഞ്ചത്തിന് ഇവർ നൽകുന്ന വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അതെങ്ങനെയാണ്, ഇത്ര സ്പീഡിലാണ് കറങ്ങുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ മാറാം. അത് അവർ തന്നെ സമ്മതിക്കും. ഇന്ന് പറയുന്ന സത്യം നാളെ മാറിയിട്ട് വേറൊന്നായി വരാൻ സാധ്യതയുണ്ട്. അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്. ശാസ്ത്രത്തിൽ നേരത്തെ ഗോളശാസ്ത്രത്തിൽ പറഞ്ഞിരുന്നത് നവഗ്രഹങ്ങളെ സംബന്ധിച്ച് 9 ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ. പിന്നീട് തിരുത്തി, അല്ല 8 ഉള്ളൂ, പ്ലൂട്ടോ പുറത്താണ്. പിന്നീട് വീണ്ടും പറയുന്നു, അല്ല അത് അകത്തുണ്ട്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സ്വാഭാവികമാണ്. മനുഷ്യരുടെ ബുദ്ധിയുടെ ഇതനുസരിച്ച്, അവൻ്റെ കണ്ടെത്തലുകൾക്കനുസരിച്ച് ഇന്നത്തെ സത്യം മാറി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ മാറാതെ നിൽക്കുന്നൊരു സത്യമുണ്ട്. അതെന്താ? ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്. ഒരേ ഒരു സൃഷ്ടാവേ ഉള്ളൂ എന്നതാണ് ആ യാഥാർത്ഥ്യം. അതിലേക്ക് അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ഈ ഭൂമിയിലുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ലേ. പിന്നെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? എടുത്തു പറഞ്ഞത് വൽ ഫുൽക തജ്രി ഫിൽ ബഹർ ബി അംരിഹി, തൻ്റെ കൽപ്പനയനുസരിച്ച് ഈ സമുദ്രത്തിലൂടെ, കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിനെയും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് പറയുമ്പോൾ ആളുകൾ പുച്ഛിച്ച് തള്ളും. ചിലപ്പോൾ ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ, എടോ എന്ത് പറയുന്നു ഇത്? കപ്പൽ മനുഷ്യൻ കണ്ടുപിടിച്ച അത്ഭുതമല്ലേ, ദൈവമല്ലല്ലോ കണ്ടുപിടിച്ചത്. കപ്പൽ സഞ്ചരിക്കുന്നതിൻ്റെ തത്വം ഇന്നതാണ് അവർ പറയും. ദ ലോ ഓഫ് ബൊയൻസി, ആദേശ സിദ്ധാന്തം എന്ന് പറഞ്ഞ ഈ പിന്നെ ഒരു വസ്തു
വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതിനേക്കാൾ സാന്ദ്രത കുറവായത് അതിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. സാന്ദ്രത കൂടുമ്പോൾ അതിലേക്ക് താഴോട്ട് പോകും. അങ്ങനെ ഒരു തത്വമനുസരിച്ചാണ് കപ്പൽ സഞ്ചരിക്കുന്നവർ വിശദീകരിക്കും. പടച്ച റബ്ബ് പറയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് കപ്പൽ പോകുന്നത്. കാരണം എന്താ അറിയോ? ഒന്നേ നമുക്ക് തത്വം പറയും, ഇന്നതാണ് തത്വം എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ വെള്ളത്തിന് ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തത്? വെള്ളം ഉണ്ടാക്കിയത് ഞാനെന്നാരും പറയില്ലല്ലോ. ശരിയാണ്, ശാസ്ത്രം വിശദീകരിക്കുന്നു, വെള്ളത്തിൻ്റെ ഈ ഒരു സിദ്ധാന്തം അനുസരിച്ചാണ് കപ്പൽ പൊങ്ങിക്കിടക്കുന്നത്. ശരിയാ, സമ്മതിച്ചു. പക്ഷെ ആരാണ് വെള്ളത്തിന് ഈ ഒരു അപ്ത്രസ്റ്റിംഗ് ഫോഴ്സ്, മുകളിലേക്ക് തള്ളിപ്പിടിക്കുവാനുള്ള ഒരു ശക്തി കൊടുത്തത് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശാസ്ത്രം വെറും പടച്ചറബിനെ നിഷേധിക്കുന്ന ശാസ്ത്രജ്ഞന് സാധ്യമല്ല. പടച്ചറബിനെ അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞനാണെങ്കിൽ പറയും അള്ളാഹുവാണ് നൽകിയതെന്ന് പറയും. അതിൻ്റെയൊക്കെ അള്ളാഹു സൂചിപ്പിക്കുക. മാത്രമല്ല, ഇത് സഞ്ചരിക്കുന്നത് എപ്പോഴും അങ്ങനെ പൊയ്ക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, 1912 മനുഷ്യൻ നിർമ്മിച്ചത്, അന്നേക്ക് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു കപ്പൽ പണിതു. അതിൻ്റെ പേര് ടൈറ്റാനിക് എന്നാണ്. ആ ടൈറ്റാനിക് കപ്പലിനെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാണ വിദഗ്ധർ പറഞ്ഞിരുന്നത് എന്താ അറിയോ? അൺസിങ്കബിൾ എന്നാണ്, മുങ്ങിപ്പോവാത്തത് എന്നാണ്. ഒരിക്കലും മുങ്ങിപ്പോവാത്ത ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ അതിൻ്റെ മെയ്ഡൻ ജേണി, അതിൻ്റെ കന്നി യാത്ര ആരംഭിക്കുകയാണ്. അത് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ച് കടന്ന് പോവുക. ഭയങ്കരമാണ്. ഒരിക്കലും മുങ്ങിപ്പോവാത്തതാണ്. പുതിയ യാത്രയാണ്, പുതിയ കപ്പലാണ്, അഹങ്കാരത്തോടുകൂടി പോവുകയാണ്. എന്ന് മാത്രമല്ല, അഹങ്കാരത്തിന് എത്രത്തോളം എന്നറിയോ? അവർ സാധാരണഗതിയിൽ ലൈഫ് ബോട്ടുകൾ ഉണ്ടാവും കപ്പലിൽ, തകർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അതുപോലും വളരെ കുറച്ച് മാത്രമേ സൂക്ഷിച്ചിട്ടുള്ളൂ. 2200 ചില്ലാനം ആളുകൾ യാത്രക്കാരാ, 2200-ലധികം ആളുകൾ യാത്രക്കാരാ. കുറഞ്ഞ ലൈഫ് ബോട്ടുകൾ മാത്രം. കപ്പൽ മുന്നോട്ട് പോയി. അൺസിങ്കബിൾ എന്ന് പറഞ്ഞിട്ടാണ്. ലോകത്തെ പടച്ചറബിനൊക്കെ വെല്ലുവിളിച്ചുള്ള അഹങ്കാരത്തോടുള്ള യാത്രയാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അതൊരു ഐസ്ബർഗിൽ തകരുന്നു. 1500ഓളം യാത്രക്കാർ അവിടെ മുങ്ങി മരിക്കുന്നു ഒന്നാമത്തെ യാത്രയിൽ. ഏതാ കപ്പൽ? അൺസിങ്കബിൾ, ഒരിക്കലും മുങ്ങിപ്പോവാത്തത് എന്ന് മനുഷ്യൻ പറഞ്ഞ് നിർമ്മിച്ച് അഹങ്കാരത്തോടു കൂടി ഓടിച്ച ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയാ. ആലോചിച്ചു ഈ ആയത്ത്. പടച്ചറബ് ചോദിക്കുകയാണ്, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിഅംരി വയുംസികുസ് സമാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നി. അപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അവൻ്റെ കൽപ്പനക്കനുസരിച്ച് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലും. പിന്നെ പറയുന്നത് വയുംസികുസ് സമാഅ, അവനാണ് പിടിച്ചു നിർത്തുന്നത്, ആകാശത്തെ പിടിച്ചു നിർത്തുന്നത്, അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്തിലുള്ള ശൂന്യാകാശത്തിലുള്ള നിരവധിയായ ഗോളങ്ങളെ, നക്ഷത്രങ്ങളെ എല്ലാം പിടിച്ചു നിർത്തുന്നത് പടച്ചറബാണ്, പ്രത്യേക ബലത്തിലൂടെ. യുംസികുസ് സമാഅ, എങ്ങനെ പിടിച്ചു നിർത്തുന്നത്? അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നി, പടച്ചറബിൻ്റെ അനുമതിയില്ലാതെ അതിവിടെ വീഴാതെ കാത്തുകൊള്ളുന്നത് അവനാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുക. അത് വീഴാതെ കാലാകാലം നിൽക്കില്ല, വീഴും. എപ്പോൾ? ബി ഇദ്നി, പടച്ചറബിൻ്റെ ഇദ്ൻ, സമ്മതം, അനുവാദം, പെർമിഷൻ കൊടുത്താൽ അത് വീഴും. അള്ളാഹു പെർമിഷൻ കൊടുത്താൽ. അതാണ് ഇത് സമാഉൻ ഫതറത് അല്ലേ? ഓരോ ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ട്, അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ആയത്തുകൾ കാണാം. വഇദൻ നുജൂമുൻ തുമിസത്, വ്യത്യസ്തമായ ആ നക്ഷത്രങ്ങളുടെ പ്രകാശം കെട്ടുപോകുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന, ആകാശം പൊട്ടിപ്പിളരുന്ന ഒരു നാളിനെ സംബന്ധിച്ച് പടച്ചറബ് പറയുന്നത്, അന്നാൾ വരെ ഇവിടെ ഇങ്ങനെ മനോഹരമായി അതിനെ പിടിച്ചു നിർത്തുന്നത് പടച്ചറബാണ്. എന്നിട്ട് എന്താ പറയുന്നത് നോക്ക്, ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ചറബിൻ്റെ നല്ല മനോഹരമായൊരു സിഫത്ത്, ഒരു ഇസ്മ അവിടെ പറയുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിശ്ചയമായിട്ടും അല്ലാഹു ജനങ്ങളോട് ലറഊഫ്, ഏറെ ദയയുള്ളവനാണ്. റഊഫ്
റഅഫത്ത്, വല്ലാത്ത അലിവുള്ളവനാണ് അള്ളാഹു ഇത് പിടിച്ചു വച്ചത്. നിങ്ങൾക്ക് ഈ കപ്പൽ സഞ്ചാരം എന്ന് പറയുന്നത് എന്താ അറിയോ? യാത്രാ കപ്പലല്ല, അത് കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്നത് സമുദ്രത്തിലൂടെയാണ്. നമുക്കറിയാം, തൊട്ടടുത്ത ദിവസം ആണ് നമ്മുടെ തീരത്ത് ഒരു കപ്പൽ മുങ്ങിയത്. ധാരാളക്കണക്കിന് കണ്ടെയ്നറുകൾ ഉള്ള ഒരു കപ്പൽ, ലൈബീരിയൻ കപ്പൽ ഇവിടെ മുങ്ങി. നമ്മൾ കേട്ടു. അത് കപ്പലുകൾ എത്രയാ സഞ്ചരിക്കുന്നത്? ആയിരക്കണക്കിന് കണ്ടെയ്നറുകളുമായിട്ട് കൂറ്റൻ കപ്പലുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ വ്യാപാരം നടക്കുന്നത് കപ്പൽ വഴിയാണ്, സമുദ്ര സഞ്ചാരത്തിലൂടെ, സമുദ്രമാർഗമാണ്. ആ കപ്പലുകളെ പിടിച്ചു നിർത്തുന്ന അള്ളാഹു, ആകാശഗോളങ്ങൾ പൊട്ടി വീഴാതെ അതിനെ താങ്ങി അവിടെ നിർത്തി നമുക്കാവശ്യമായ അന്തരീക്ഷത്തെ സെറ്റ് ചെയ്യുന്ന അള്ളാഹു. എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. പടച്ചറബ് നമ്മളോട് ഏറെ ദയയുള്ളവനാണ്. റഊഫ്, അലിവുള്ളവനാണ്. റഹീം, വല്ലാത്ത കാരുണ്യമുണ്ട്. കാരുണ്യം കൊണ്ട് മാത്രം നമ്മൾ വലിയ അഹങ്കാരികളാണ്. നമ്മുടെ കഴിവിനെ സംബന്ധിച്ച് വല്ലാതെ മേന്മ പറയാറുണ്ട്. പക്ഷേ പടച്ചറബെങ്ങാനും അവൻ്റെ കാരുണ്യം വിട്ടു കഴിഞ്ഞാൽ, അവൻ്റെ കനിവ്, നമ്മോടവൻ കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ കനിവുണ്ടല്ലോ, അത് എടുത്തു കളഞ്ഞാൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ പറയുന്ന നമ്മുടെ കഴിവുകൾ എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു വിരലനക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല, ഒരർത്ഥത്തിലും കഴിയൂല. എന്നിട്ടല്ലേ വേറെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. പടച്ചറബ് റഊഫ് ആയതുകൊണ്ടാണ്, പടച്ചറബ് റഹീം ആയതുകൊണ്ടാണ്. വേറൊരു ആശയത്തിൽ കൂടി അതുണ്ട്. നേരത്തെ ഇവർ ചോദിച്ചല്ലോ, എന്താ ഞങ്ങൾക്ക് ശിക്ഷ വരാത്തത്? എന്താണ് ഈ ശിക്ഷ വരാത്തത്? നീ പറയുന്നുണ്ടല്ലോ അങ്ങനെ ശിക്ഷിക്കപ്പെടും, അള്ളാഹുവിനെ നിഷേധിച്ചാൽ, പരലോകത്തെ നിഷേധിച്ചാൽ ഗുരുതരമായി ശിക്ഷ ഭവിക്കുന്നു. എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ, അത് വരാതെ പടച്ചറബ് കാരുണ്യവാനായതുകൊണ്ടാണ്, അള്ളാഹു നിങ്ങളോട് അങ്ങേയറ്റം ദയയുള്ളവനായതുകൊണ്ടാണ് അത് വരാത്തത് എന്നാണ് പറയുന്നത്. വഹുവല്ലദീ അഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും ഇന്നൽ ഇൻസാന ലകഫൂർ. വഹുവല്ലദീ, അവൻ തന്നെയാണ്, അവനാണ്, അഹ്യാകും, നിങ്ങളെ ജീവിപ്പിച്ചവൻ. നോക്ക്, ഒന്നുകൂടി നമ്മളിലേക്ക് കൊണ്ടുവരിക. ചുറ്റിലേക്ക് ആദ്യം കൊണ്ടുപോയി, ഭൂമിയിലേക്ക്, മഴയിലേക്ക്, സസ്യങ്ങളിലേക്ക്, കപ്പലിലേക്ക്, ആകാശഗോളങ്ങളിലേക്ക് ഒക്കെ നമ്മളെ കൊണ്ടുപോയതിനു ശേഷം കൊണ്ടുവരിക. നിങ്ങളെപ്പറ്റി ആലോചിക്കൂ. വഹുവല്ലദീ അഹ്യാകും, അവനാണല്ലോ നിങ്ങളെ ജീവിപ്പിച്ചവൻ, നമ്മൾക്ക് ജീവൻ നൽകിയത്. പടച്ചവൻ ചോദിക്കുന്നില്ലല്ലോ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅം മദ്കൂറാ. ഒരു പ്രസ്താവ്യമായ, പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിൽ പോലും അല്ലാതിരുന്ന ഒരു കാലം നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹുവല്ലദീ അഹ്യാകും, അവനാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്. സുമ്മ യുമീതുകും, എന്നിട്ട് നിങ്ങളവൻ മരിപ്പിക്കും. വേറെ ആർക്കും കഴിയില്ല. പടച്ചറബ് നിശ്ചയിച്ച സമയത്ത്, അവൻ വിചാരിച്ച രൂപത്തിൽ അവൻ നമ്മെ മരിപ്പിക്കും. സുമ്മ യുഹ്യീകും, മരണത്തോടുകൂടെ തീരുന്നില്ല. സുമ്മ, പിന്നീട്, യുഹ്യീകും, അവൻ വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുന്നു. ആദ്യം നിങ്ങളെ ജീവിപ്പിച്ചവൻ പിന്നീട് നിങ്ങളെ മരിപ്പിച്ചു, വീണ്ടും നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കും. ഇന്നൽ ഇൻസാന ലകഫൂർ, നിശ്ചയമായും മനുഷ്യൻ വല്ലാത്ത നന്ദി കെട്ടവനാണ്. കഫൂർ, കഫൂർ, കഫറ, ഷക്കൂർ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ്. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവനാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധിയാണ്, നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാൻ, മനുഷ്യനെ പറ്റി പറയുക, നമ്മളൊക്കെ ഉണ്ടാവോ ഇതിൽ. ഇന്നൽ ഇൻസാന ലകഫൂർ, നിശ്ചയമായും മനുഷ്യൻ ലകഫൂർ, കടുത്ത നന്ദി കെട്ടവനാണ്. ആരാ നന്ദി കെട്ടവെന്ന് പറയാം? എല്ലാ തരത്തിൽപ്പെട്ട അനുഗ്രഹങ്ങളും യഥേഷ്ടം അനുഭവിക്കുക ഒരു മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ തരത്തിൽപ്പെട്ട അനുഗ്രഹങ്ങളും യഥേഷ്ടം അനുഭവിച്ചിട്ട് ആ നൽകിയ മനുഷ്യൻ തള്ളി പറയാന്ന് പറഞ്ഞാലുള്ള നന്ദികേട് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി, നേരത്തെ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ, എല്ലാം അനുഭവിക്കുക. വായു, വെള്ളം, വെളിച്ചം, നമ്മുടെ ഓരോ ശ്വാസ നിശ്വാസവും, നമ്മുടെ ഈ ഭൂമിയിലുള്ള സകല സൗകര്യങ്ങളും
നമ്മുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ അനുഭവിച്ചിട്ട് തന്നവനെ നിഷേധിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് കഫൂർ എന്നല്ലാതെ എന്താ പറയുക? ഇന്നൽ ഇൻസാന ല കഫൂർ, നിശ്ചയമായും മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവൻ തന്നെയാണ്. പടച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിനോട് നന്ദിയുള്ള അടിയാറുകളായിട്ട് ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും പടച്ചറബ് തുണക്കുമാറാവട്ടെ. 66 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. 60 മുതൽ 66 വരെ വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങൾ, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചതാണ്. ഇത് തുടങ്ങിയത്, ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയത് തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു? സത്യനിഷേധികൾ, മക്കയിലെ മുശ്രിക്കുകളും കാഫിറുകളുമൊക്കെ തന്നെ സത്യവിശ്വാസികളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. അത് അന്ന് മാത്രമല്ല, എക്കാലത്തും ഉണ്ട്. ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോവുക. അള്ളാഹുവാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ. അവൻ രാവ് ഉണ്ടാക്കുന്നവനെ പോലെ തന്നെ പകലുണ്ടാക്കുന്നവനുമാണ്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ, മരുഭൂമിയിലാണെങ്കിൽ പോലും അവിടെ മഴ വർഷിപ്പിച്ചാൽ ഒട്ടേറെ പച്ചപ്പ് ഉണ്ടാക്കുവാൻ കഴിയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്നും അനീതി ഇവിടെ കൊടികുത്തി വാഴുകയില്ല. അതിനുശേഷം നീതി പുലരുന്ന ഒരു നാൾ, ഒരു പ്രഭാതം ഇവിടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ആയത്തുകൾ നൽകുന്നത്. പടച്ചറബ് അവൻ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ തുണക്കുമാറാവട്ടെ.